ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 ചിരട്ടയായിട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കയ്യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണാം. എന്താണെന്നറിയില്ല, ഞാൻ എന്ത് തൊട്ടാലും എനിക്ക് പൊള്ളുവാണ്. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കായിട്ടാണെന്ന് അറിയാം, എന്നാലും എത്ര ശ്രദ്ധിച്ച് ചെയ്താലും എനിക്ക് പൊള്ളും. എന്തൊരവസ്ഥയാണെന്നറിയോ? അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതായിരുന്നു ആ ഒരു മെയിനായിട്ട് ആ ഒരു വിരലിലുണ്ടായത് കേട്ടോ. എന്തായാലും പൊള്ളുമുള്ള ആ ഒരു വേദനയേ ഉള്ളൂ. പിന്നെ ആ ഒരു മാർക്ക് പോകാനുള്ള എന്തെങ്കിലും വഴി അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിലേക്ക് നേരെ തന്നെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ടേൻ്റെ ആ ഒരു ഗ്രിപ്പ് പോർഷനൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്സോ ബ്ലേഡ് വെച്ചിട്ടൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ UAE-ലുള്ളവർക്ക് അറിയായിരിക്കും, ഭയങ്കര ഈച്ച ശല്യമാണ്. ഈച്ച ശല്യത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതാ 2 ചിരട്ടി നമ്മൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ KFCൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കിട്ടുന്ന ഒരു കവറിങ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഇതുപോലൊരു കുഞ്ഞു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പൈപ്പിൻ്റെ ഒക്കെ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് എത്രയാണ് ഇത് സൈസ് വേണ്ടത് അതിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിൽ ചെയ്തേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ചുരണ്ടി സെറ്റാക്കി എടുത്തുള്ള ചിരട്ടയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിന്നൊരു ഇൻഡോർ പ്ലാന്റ് ഹോൾഡറാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്ററാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ വരുന്ന ലെങ്ത്തൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം അടുത്ത ചിരട്ട അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ചിരട്ടയും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ. ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പല ഐഡിയകളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു മേശ ഞാൻ ചെയ്യുന്ന ആ ഒരു ബേസിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തത്. കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത് കൊടുത്തൊരു ഉടായ്പ് ട്രിക്കാണ്. ജസ്റ്റ് ഇതുപോലെ 3 പാർട്ടീഷൻ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല നീറ്റായിട്ട് നമ്മളെ മുടിയൊക്കെ മടയൂലേ, ആ ഒരു മടയുന്ന രീതിയിൽ ഒന്ന് മടഞ്ഞെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടൊന്ന് മടഞ്ഞും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മടയുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ പാർട്ടും ഒരുപോലെ ആയിരിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ മടഞ്ഞു കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് മടഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അറ്റം പോർഷൻ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലേ വേണം. ഇതുപോലെ നമ്മൾ ആ ഒരു പൈപ്പ് പോലെ ആ ഒരു കുഴൽ പോലത്തെ ഭാഗമൊക്കെ ജോയിൻ ചെയ്ത പോർഷനൊക്കെ ഒന്ന് നീറ്റായി കിട്ടാൻ വേണ്ടി, അങ്ങനെ ഒന്നും വേറെ തന്നെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഓരോ ജോയിൻ ചെയ്ത പോർഷനും ഒന്ന് സ്മൂത്തൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലേ വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പോർഷൻ ക്ലേ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു V പോലത്തെ ഷേപ്പിൽ ഒന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് അതും കൂടി ചിരട്ടയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ക്ലേ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി, നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ചിരട്ടയ്ക്ക് ഇങ്ങനെ ഒരു താടിക്ക് കൈവച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊക്കെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗേളിനെയാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സസ്പെൻസ് ഞാനിവിടെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോൾഡർ ആയിട്ടുള്ള വരുന്ന ആ പോർഷനും കൂടെ കുറച്ചൊന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലേ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ റോൾ ചെയ്തെടുത്ത പോലെ തന്നെ കുറച്ചധികം ക്ലേ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ആ ഒരു ഷോൾഡറിന് ജസ്റ്റ് കൈ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കുഞ്ഞ് ക്ലേൻ്റെ ഒരു പീസും കൂടിയാണ്. അതൊരു മൂക്കിൻ്റെ പോർഷൻ വരുന്ന ആ ഒരു ഭാഗത്തും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇത്രയും മെയിനായിട്ടുള്ള എല്ലാ ഭാഗവും ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹെയറും കൂടി എങ്ങനെയാണോ വരേണ്ടത് ആ ഒരു വശത്തേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞൊരു പോർഷൻ ക്ലേ എടുത്തിട്ട് അത് മൂക്കിൻ്റെ ആ ഒരു വശത്തും കൂടി ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും മെയിനായിട്ടുള്ളൊരു പരിപാടി. ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് ഞാൻ എന്നും ചെയ്യുന്ന പോലെ വെയിലത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കളറിങ് ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഇന്നൊരു ബേസ് നല്ലൊരു പേസ്റ്റ്
പേസ്റ്റൽ കളർ, ഒരു ലൈറ്റ് കളറാണ് ഞാൻ ഈ ഒരു വർക്കിന് കൊടുക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ചേച്ചി ഡാർക്ക് കളറൊന്നും ഒഴിവാക്കിയിട്ട് ലൈറ്റ് കളേഴ്സ് ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും റിക്വസ്റ്റ് ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ലൈറ്റ് കളറാണ് ഡ്രസ്സിന് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു പിസ്ത ഗ്രീനൊക്കെ പോലത്തെ. അപ്പോൾ ലൈറ്റ് കളേഴ്സും അട്രാക്റ്റീവ് ആണെന്നുള്ളത് ഇങ്ങനത്തെ കളറൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വർക്കിലൊക്കെ മാക്സിമം ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. ബാക്കിയുള്ള പെയിൻ്റൊക്കെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിലും അടിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ കളർ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും നീറ്റില്ലാത്ത പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ കളർ അടിച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കണം. വൈറ്റിൻ്റെ കൂടെ ഒരു പൊടിക്ക് റെഡും ഒരു ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് കളർ ആ ഒരു സ്കിൻ ടോൺ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു സ്കിൻ കളർ കുറച്ചധികം വേണം, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ആ ഒരു ഫേസിൻ്റെ പോർഷൻ കംപ്ലീറ്റ് കൈക്ക് നെക്കിന് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കവർ ചെയ്ത് വന്നപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റ് പോർഷൻ കുറച്ച് അധികവും അതിൻ്റെ കൂടെയാണ് ഒരു പൊടിക്ക് റെഡും അതുപോലെ തന്നെ ബ്രൗണും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു സ്പൂൺ വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രോപ്സ് വെച്ചിട്ട് മാത്രമാണ് റെഡും ബ്രൗണും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റ് ആ ഒരു സ്കിൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ആ ഒരു പെർഫെക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് എമൗണ്ട് ബൾക്കായിട്ട് തന്നെ നമ്മളൊന്ന് കളറ് മിക്സ് ചെയ്തെടുക്കുക. പല ആവശ്യത്തിന് പല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ടോൺ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കൈക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആ ഒരു നെക്കിനും എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്ലഷിൻ്റെ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം പിങ്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു കവളിൻ്റെ പോർഷനും നെക്കിൻ്റെ ആ ഒരു കുറച്ച് താഴെ പോർഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ആർച്ചൊക്കെ പോലത്തെ ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഹെയറിൻ്റെ ആ ഒരു മടഞ്ഞ ലുക്കിലും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മടഞ്ഞ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പെയിൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. കാരണം ഇത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെയിൻറ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ജസ്റ്റ് പെയിൻറ്റും വെള്ളം കൂടി കുറഞ്ഞ് മിക്സാക്കി എടുത്തതിന് ശേഷം ആ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല നീറ്റായിട്ടുള്ള ഹെയറും സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കണം. കണ്ണൊക്കെ വരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് മാത്രം യൂസ് ചെയ്യുക. കുറച്ച് വലിയ കണ്ണ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഷേപ്പൊക്കെ മാക്സിമം ഒരേപോലെ തന്നെ വരുത്താൻ വേണ്ടി നോക്കണം. പിന്നെ അതുപോലെ തന്നെ നോക്കുന്ന രീതി, ആ കണ്ണിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ണാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുറച്ചും കൂടി ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഉള്ളിലത്തെ പോർഷനും കൂടെ വൈറ്റ് കളർ കൊടുത്തു രണ്ട് സൈഡിലും. പിന്നെ ആ ഒരു കോർണറിലായിട്ട് വരുന്ന പോർഷനിൽ ബ്രൗണിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കൊടുത്തത്. ഉള്ളിൽ നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ജീവൻ കിട്ടുന്ന രീതിയിലൊരു ഫീൽ കിട്ടും. ഒരു വൈറ്റും കൂടെ കൊടുത്താൽ ഒരു നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. പിന്നെ ചുണ്ട് കൊടുത്തു. മൂക്കിൻ്റെ ആ ഒരു പോർഷൻ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിങ്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിന് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു. കയ്യിൽ കുറച്ച് വളയൊക്കെ കൊടുത്തു. ഒരു പൊട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ അടിപൊളി ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ ചിരട്ട കൊണ്ടുള്ള പരിപാടി റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടോ, അടിപൊളിയല്ലേ? എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം.